ഇത് തമിഴ്നാട് ഈറോഡിനും കോയമ്പത്തൂരിനും മധ്യേയുള്ള തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ, തിരുപ്പൂരിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന അടിവസ്ത്ര നിർമ്മാണത്തിന് പേര് കേട്ട ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് തിരുപ്പൂരെന്ന് പറയുന്നത്. ഈ തിരുപ്പൂർ നിർമ്മിക്കുന്ന ഈ വസ്ത്ര ഫാക്ടറികൾ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ വസ്ത്രങ്ങൾ ഇവിടെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ജീവിതമാർഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ നിർമ്മാണവുമായും ഡൈയിങ്ങുമായും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും തുടങ്ങിയ ഒട്ടനവധി തൊഴിൽ മേഖലയ്ക്ക് ആയിരക്കണക്കിന് ഫാക്ടറികൾ, പതിനായിരക്കണക്കിന് അതിൻ്റെ പ്രവർത്തകർ, വർക്കേഴ്സ്, അവരുടെ കുടുംബം, അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയാണ് തമിഴ്നാട്, സൗത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന തിരുപ്പൂർ എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനും ഈ പ്രദേശവും കോയമ്പത്തൂരും ഈ റോഡിനും മധ്യയാണ് ഈ നാട് സ്ഥിതി ചെയ്യുന്നത്. ഈ തിരുപ്പൂരിനും എൻ്റെ ജീവിതത്തിനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ആദ്യമായി ഒരു ട്രെയിൻ യാത്ര നടത്തി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്നത് എൻ്റെ 18ാമത്തെ വയസ്സിൽ ഈ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറുകയും എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിനോടൊപ്പം പലരുടെയും ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് നിന്നൊരു ജയന്തി ജനത എക്സ്പ്രസ്സിൽ ഒറ്റയ്ക്ക് ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ലോക്കൽ ടിക്കറ്റ് എടുത്ത് തിരുപ്പൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണമെന്നൊരു കുറിപ്പോടുകൂടി ഞാൻ രാവിലെ 7:30 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറുമ്പോൾ ഏകദേശം 12 മണിക്കൂർ യാത്ര ചെയ്താണെന്ന് ഇവിടേക്ക് എത്തുന്നത്. അത് ജയന്തി ജനത, ബോംബെ ജയന്തി ജനത എക്സ്പ്രസ് തിരിച്ച് ബോംബെയിലേക്ക് പോകുന്ന, ഇവിടെ നിന്ന് പോകുന്നൊരു ട്രെയിനും കൂടിയാണ്. ആ യാത്ര എൻ്റെ ജീവിതം, അതൊരു ജീവിതം തുടങ്ങുന്നതിൻ്റെ ഒരവസ്ഥയിലേക്കാണ് ആ യാത്ര അവസാനിച്ചത്. അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിലേക്ക് പിന്നെ പറയാം. ഇപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്.